സല്യൂട്ട് സഹൃദയരെ. 1975 ജൂൺ 25-നും 26-നും ഇടയ്ക്കുള്ള രാത്രി ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത ദിവസമായിരുന്നു. നമ്മുടെ ഭാരത ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്ത ദിവസമായിരുന്നു. മാർച്ച് 1977 വരെ ഈ എമർജൻസി നീണ്ടുപോയി. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. എന്നോടൊപ്പം എൻ്റെ ഭർത്താവ് ഡോക്ടർ സേതുനാഥ് ഉണ്ട്. അദ്ദേഹവുമായിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും ഇന്നത്തെ വീഡിയോ, ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ആ സമയം നമുക്ക് 14 വയസ്സായിരുന്നു പ്രായം. ഒന്ന് പറയാമോ, എന്തായിരുന്നു മനസ്സിൽ കൂടെ പോയിരുന്ന ചിന്തകൾ ആ ഒരു പ്രായത്തിൽ? ലേഖ പറഞ്ഞത് ശരിയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അവസാന വർഷത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നിക്കറിൽ നിന്ന് പാൻസിലേക്ക് ഞാൻ മാറിയ ക്ലാസ് ആയിരുന്നു. 9-ൽ നിന്ന് 10ലേക്ക് കയറും. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നു. 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഇതുണ്ടാകുന്നത്. 26-ാം തീയതി സ്കൂളിൽ സമരമായിരുന്നു. വിട്ടയക്കുക, ജയപ്രകാശിനെ വിട്ടയക്കുക എന്ന് പറഞ്ഞ് പുറത്തുനിന്നുള്ള മറ്റു പലരും വന്ന് സമരം ചെയ്ത ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ അന്നത്തെ സ്കൂളിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജയപ്രകാശ് നാരായണൻ. നിന്നെ ആരാ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചു. അന്ന് ഒരു രാഷ്ട്രീയമായ അവബോധം ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പത്രങ്ങളിൽ വരുന്നതല്ലാതെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. പക്ഷേ ഈ 19 മാസത്തെ അടിയന്തരാവസ്ഥ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തലമുറയുടെ രാഷ്ട്രീയ അവബോധം വളർന്നു വന്നത് ആ സമയത്താണ്. 75 ജൂണിൽ ഉണ്ടായിരുന്ന നമ്മളല്ല 77 മാർച്ചിൽ ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്നത്. ശരിക്കും എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ഇത് മാത്രമല്ല, നമ്മുടെ ഭാവിയിലെ രാഷ്ട്രീയ ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്നതിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും എന്നെ പോലെയുള്ള സമപ്രായക്കാരും ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ദിരാഗാന്ധി. ചെറുപ്പകാലത്ത് തന്നെ ശരിക്കും ഇന്ദിരാഗാന്ധിയെ പോലെ എന്ന് പറഞ്ഞ് കളിയാക്കാറ് വരെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അതുപോലെ മുടിയായിരുന്നു, കട്ട് ചെയ്ത മുടി ഇട്ടിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആരാധിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ഇത് ചെയ്തത് നോക്കുമ്പോഴുള്ള ഒരു ഞെട്ടല്. അത് നമുക്ക് പിന്നീട് ആ സമയത്ത് ഉണ്ണി പറഞ്ഞതുപോലെ നമുക്ക് അതിനെപ്പറ്റിയുള്ള വിവരമില്ലായിരുന്നു. അത് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറെ കഥകൾ നമ്മളിങ്ങനെ കേട്ടിരുന്നു. കാരണം കരിനിയമങ്ങളുണ്ട്, പലരെയും പിടിച്ചകത്താക്കും, നമുക്കൊന്നും പറയാൻ പാടില്ല, പോലീസിന് വളരെ അഴിഞ്ഞാടാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന സമയമൊക്കെ ആയിരുന്നു. അത്രയും മാത്രമേ എനിക്കും ഓർമ്മയുള്ളൂ. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ 51 വർഷം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ശരിക്കും ഒരു വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു ഭീകര അന്തരീക്ഷമല്ലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ പോലെ നമ്മളൊക്കെ ആരാധിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യാൻ കാരണം എന്നതിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. ഇന്ദിരാഗാന്ധി ആദ്യമായി പ്രധാനമന്ത്രി ആവുന്നത് 1966-ലാണ്, ശാസ്ത്രിജിയുടെ മരണത്തിന് ശേഷം. നമുക്ക് 5 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവോ ഇതോ ഒന്നുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് നമ്മൾ സാധാരണ മനഃപ്പാഠമാകുക. അന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മത്സര പരീക്ഷകളിലും ഒക്കെ ചോദിക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഒന്നാണ്, നമ്മൾ സ്കൂളിൽ പോകുന്ന കാലം തൊട്ട് ഇന്ദിരാഗാന്ധി. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആര്? അതും നമ്മൾ സ്കൂളിൽ വന്ന കാലം തൊട്ട് ഈ സമയം വരെയൊക്കെ ഉത്തരം ഒന്ന് തന്നെയായിരുന്നു, CH മുഹമ്മദ് കോയ. ഈ 2 കാര്യങ്ങളുമാണ് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എനിക്ക് ഇന്ദിരാഗാന്ധിയോട് വലിയ ആരാധനയൊന്നും ഒരിക്കലും തോന്നിയിരുന്നില്ല. അതൊരുപക്ഷെ എൻ്റെ കുടുംബ പശ്ചാത്തലം കൊണ്ടാവാം. ഒരു കോൺഗ്രസ് അനുകൂല കുടുംബമായിരുന്നില്ല എൻ്റെത് എന്നുള്ളത് കൊണ്ടാവാം. എൻ്റെ അച്ഛനും ഒക്കെ RSSന്റെ പ്രവർത്തകരായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെയാണ് അറിയുന്നത്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്ദിരാഗാന്ധിയെ കുറിച്ച് വളരെ പൊക്കിയൊന്നും ഒരിക്കലും പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, കോൺഗ്രസിൽ തന്നെ എൻ്റെ അമ്മ മൊറാർജി ദേശായിയുടെ വലിയ ആരാധികയായിരുന്നു. അപ്പോൾ മൊറാർജി ദേശായിയെ പരാജയപ്പെടുത്തിയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആവുന്നത് കോൺഗ്രസിലെ മത്സരത്തിൽ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ഒരു ആരാധന ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ ഒരു വിമർശനാത്മകമായി തന്നെ അനലൈസ് ചെയ്യാനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. അപ്പൊ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു കുമിളയ്ക്ക് ഒരു പരിധി വരെ വലുതാവാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ആ കുമിള അങ്ങ് പൊട്ടും. ഇന്ദിരാഗാന്ധി എന്ന കുമിള പൊട്ടിയപ്പോഴാണ്, അല്ലെങ്കിൽ പൊട്ടാറായി എന്ന് അവർക്ക് തോന്നിയപ്പോഴാണ് അവര് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പറയില്ലേ, ദ ലാസ്റ്റ് സ്ട്രോ ഓൺ ദ ക്യാമൽസ് ബാക്ക്. അതായിരുന്നു 75 ജൂണിൽ വന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. ആ വിധിയാണ്
പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. പക്ഷെ 71 തെരഞ്ഞെടുപ്പില് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസ് ജയിച്ചു വന്നത്. വളരെ ചെറിയ പ്രതിപക്ഷമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് വന്ന ഒരു ക്യാബിനറ്റില് ഇന്ദിരാഗാന്ധി കുറച്ചൊരു തൻ പ്രമാണിത്വം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ള ക്യാബിനറ്റ് മന്ത്രിമാരെ ഒന്നും കണക്കാക്കാതെ സ്വന്തം കാര്യം നോക്കാനായിട്ട്, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ മക്കൾക്ക്, പ്രത്യേകിച്ച് സഞ്ജയ് ഗാന്ധി, പാർട്ടിയിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് മന്ത്രിയായിരുന്നില്ല, എന്നാലും വളരെ വലിയ സ്ഥാനം കൊടുത്തിരുന്നു ഇന്ദിരാഗാന്ധി. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഒരുപാട് റെസിസ്റ്റൻസ് അവർക്കെതിരെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ എത്രമാത്രം ശരിയായി. സഞ്ജയ് ഗാന്ധി പ്രകടമായി പുറത്തേക്ക് വരുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് 75-ൽ. പക്ഷെ അതിനു മുമ്പ് തന്നെ കോൺഗ്രസിനകത്തെ തനിക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ ഓരോന്നോരോന്നായി ഇന്ദിരാഗാന്ധി ഒരു മൂലക്കിരുത്തിക്കൊണ്ടിരുന്നു. ഈ കോൺഗ്രസ് പിളർന്നത് തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെ നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നവരെ എല്ലാം മാറ്റി ഒരു വശത്തും അവരെ അനുകൂലിക്കുന്നവരെന്ന് പറയുന്ന വിഭാഗങ്ങളെ മാത്രം മറുവശത്തും കൊണ്ടുവന്നാണ് അവർ കോൺഗ്രസ് പിളർത്തിയതും 71-ൽ അധികാരത്തിൽ വന്നത്. 71-ൽ അധികാരത്തിൽ വന്നതിന് വലിയ കാര്യമുണ്ട്. നമ്മുടെ ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യാൻ നമ്മൾ നടത്തിയ ശ്രമവും പാകിസ്ഥാനുമായിട്ടുണ്ടായ യുദ്ധവും. ഈ യുദ്ധത്തിൽ അമ്പേ തോറ്റ് തുന്നം പാടിയ പാകിസ്ഥാൻ അവസാനം സറണ്ടർ ചെയ്യുകയായിരുന്നു, നമ്മുടെ മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് കൊടുത്ത ഒരു മൈലേജ് ഉണ്ട്, ഒരു വലിയൊരു പ്രാധാന്യം. അത് ഈ മറ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്രാൻഡ് അലയൻസ് ഉണ്ടാക്കിയിട്ട് പോലും തകർക്കാൻ കഴിഞ്ഞില്ല. അതാണ് അവരെ അധികാരത്തിലേക്ക് വന്നത്. അതെ, സ്വയം ഭാരതരത്നം എഴുതിയെടുത്തു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അതെല്ലാം മറന്നിട്ട് ഈ ഒരു ബംഗ്ലാദേശ് ലിബറേഷൻ, ബംഗ്ലാദേശിനെ നമ്മളൊരു പ്രത്യേക രാജ്യമാക്കി പാകിസ്ഥാനെ വെട്ടിമുറിച്ചു എന്നുള്ള ഒരു ഇതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിക്ക് ഇത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ കുമള വലുതായിക്കൊണ്ടിരുന്നു. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്ന ഇലക്ഷന് കുറച്ച് തിരിമറികൾ കാണിച്ചിട്ടാണ് വിജയിച്ചത് എന്ന് പറഞ്ഞിട്ടാണല്ലോ രാംചരൺ അന്ന് ഒരു കേസ് കൊടുത്തത്. അപ്പൊ 71-ലെ ഇലക്ഷൻ തീർച്ചയായിട്ടും ജയിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ഒരുപാട് തിരിമറികൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, തിരിമറികൾ നടത്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ദിരാഗാന്ധി വാസ് സോ കോൺഫിഡന്റ് അന്ന്. അതുകൊണ്ട് തന്നെ എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള നിലയിൽ അവര് നിയമങ്ങൾ വളച്ചൊടിക്കുകയാണ്, നിയമലംഘനം നടത്തുകയാണ് ചെയ്തത്. ആരും ചോദിക്കില്ല എന്ന് വിചാരിച്ച് അവര് ചെയ്ത ഏറ്റവും വലിയ ആ ഇലക്ഷൻ പെറ്റീഷനിൽ കണ്ടുപിടിച്ച നിയമലംഘനം എന്ന് പറയുന്നത് അവരുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റ് ആയിരുന്ന യശ്പാൽ കപൂർ ഒരു ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്നവർ, ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന ആളായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ സ്പെഷ്യൽ ഓഫീസർ എന്നുള്ള നിലയിൽ ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചിരുന്ന ആള് ആ ജോലി രാജിവെക്കാതെയാണ് ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ട്. ഇതായിരുന്നു എന്റെ വലിയൊരു അഴിമതി എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കാൻ രാജ്നാരായണന് കഴിഞ്ഞു കോടതിയിൽ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇലക്ഷൻ അസാധുവാക്കുന്ന ഒരു സ്ഥിതി വിശേഷം വന്നു. അതുകൊണ്ടാണ് എമർജൻസി ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് എല്ലാ അധികാരങ്ങളും തന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും വിസ, പിന്നെ അതുപോലെ വേറെ എണ്ണവും കൂടെ ഉണ്ടായിരുന്നു, ഇന്റേണൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പറഞ്ഞ ഇങ്ങനെ 2 നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് 1,00,000-ലധികം ആൾക്കാരെ അന്ന് തന്നെ ജയിലിൽ അടച്ചു. ആ നിയമം വന്ന എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു, 24 മണിക്കൂറിനകം എതിരായിട്ട് നിന്ന സകലരെയും ജയിലിൽ അടയ്ക്കുന്നു. പത്രമാധ്യമങ്ങളെല്ലാം സ്വന്തം നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുന്നു. പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ അവർ പറയുന്നത് പോലെ അനുസരിക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കുന്നു. താമസിയാതെ തന്നെ എനിക്ക് തോന്നുന്നു 42ാം അമെന്റ്മെന്റ്. അപ്പൊ അതേക്കുറിച്ചും കൂടെ ഒന്ന്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ പിളർന്നു മാറിയ ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് തന്നെ എതിരാളികൾ ഉണ്ടായി തുടങ്ങി. ചന്ദ്രശേഖർ, മോഹൻ ധാരിയ, കൃഷ്ണകാന്ത്, രാംധൻ, ഇങ്ങനെ പറഞ്ഞ കുറച്ച് ആളുകൾ യങ് ടർക്സ് എന്ന പേരിൽ ഇന്ദിരാഗാന്ധിയുടെ ചില നയങ്ങളെ അവരെതിർത്തു. അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല ഈ കോൺഗ്രസ് നേതാക്കളെയും ഇന്ദിരാഗാന്ധി പിടിച്ച് ജയിലിലിട്ടു, അവരെയും പിടിച്ചകത്താക്കി. എന്നിട്ടാണ് ചില അമെന്റ്മെന്റുകൾ കൊണ്ടുവരുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി വന്നിട്ടില്ല, ഇനിയൊട്ട് വരികയില്ല. അതിനെ എനിക്ക് തോന്നുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്നു. കാരണം അത്രയ്ക്ക് ദൂരവ്യാപകമായ ഫലങ്ങളാണ് അത് വെച്ച് ഉണ്ടാക്കിയത്. ആ ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരുടെ തെരഞ്ഞെടുപ്പ് ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ല. അതായത് ഒരു മനുഷ്യൻ സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു MP ആകുന്നു, അയാൾ പ്രധാനമന്ത്രി ആയാൽ
അയാളുടെ MP ഇലക്ഷൻ പോലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഓവർ റൂൾ ചെയ്തത്. ഇതിലും വലിയ ഒരു ജനാധിപത്യ ധ്വംസനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ പാർലമെന്റിന്റെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി, അടിയന്തരാവസ്ഥ എന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ച് അത് 7 വർഷമാക്കി. അങ്ങനെ 71 നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം 78 വരെ തനിക്ക് അധികാരം തുടർന്നുകൊണ്ട് പോകാനുള്ള അവസരമാണ് ഇന്ദിരാഗാന്ധി സ്വയം ഉണ്ടാക്കിയെടുത്തത്. അതിനു പുറമെ അന്ന് തമാശയ്ക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ ഒരേ ഒരു പുരുഷനെ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരാണ് എന്ന്, ബാക്കിയെല്ലാം സ്ത്രീകളാണ് എന്ന്. ഇറാൻ മൂളികളെ, സൈക്കോഫൻസിനെ, മുഖസ്തുതി പറയുന്നവരെ കൊണ്ട് മാത്രം മന്ത്രിസഭയും പാർട്ടിയും നിറച്ച്, അത് അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവും, ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യം അന്ന് ഉണ്ടാക്കിയത് അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ദേവകാന്ത് ബറുവയാണ്. അതിനിടയിൽ കൂടിയാണ് സഞ്ജയ് ഗാന്ധിയുടെ ഭരണഘടനാ ബാഹ്യമായ ഒരു ഇടപെടൽ ഉണ്ടായത്. എല്ലാ കാര്യങ്ങളിലും അയാളാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. പല ഫയലുകളും അയാൾ നോക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, പല മന്ത്രിസഭാ യോഗങ്ങളിലും അയാൾ കയറി ഇരിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും പല മന്ത്രിമാരും ഇതില് പ്രതിഷേധം രേഖപ്പെടുത്തി ക്യാബിനറ്റില്. ആ പ്രതിഷേധം രേഖപ്പെടുത്തിയവരെയൊക്കെ അടുത്ത ക്യാബിനറ്റ് പുനഃസംഘടനയിൽ പുറത്താക്കുകയും ചെയ്തു. അതെ, സഞ്ജയ് ഗാന്ധി ചെയ്തിരുന്ന മറ്റൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ മാസ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ നായ്ക്കളെയൊക്കെ പിടിച്ച് ABC പ്രോഗ്രാം എന്ന് പറഞ്ഞ് വന്ധ്യം കഴിക്കുന്നുണ്ടല്ലോ, അതുപോലെ ആരുടെയും അനുവാദമില്ലാതെ നിർബന്ധിതമായിട്ട് പുരുഷന്മാരെ എല്ലാരെയും വന്ധ്യംകരണം നടത്തിയ ഒരു പ്രക്രിയ. അതുപോലെ വളരെ മോശമായിട്ടുള്ള ഈ സ്ലമ്മ് മുഴുവൻ ഒഴിപ്പിക്കുന്ന രീതിയിൽ ഡൽഹിയില് മൊത്തം ബുൾഡോസർ ഭരണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പ്രക്രിയ. അങ്ങനെ അത്ര മോശമായിട്ടുള്ള രീതിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ കേരളത്തിൽ വരെ അതുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഈ രാജൻ മരണപ്പെട്ടതും അതുപോലെയുള്ള പോലീസിന്റെ അതിക്രമങ്ങളും ഒരുപാട് ആളുകള് ലോക്കപ്പിൽ പീഡനം അനുഭവിച്ചിട്ടുള്ളതും ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ ഇപ്പോഴും അറിയാത്തത് ഇതിനെക്കുറിച്ച്? കാരണം ഈ എമർജൻസി എന്ന് പറയുമ്പോൾ അതൊരു വെറും ഒരു അധ്യായം എന്നുള്ള മട്ടിൽ അതിന്റെ ഭീകരത ഇവിടെ പഠിക്കുന്നില്ല, നമ്മളാരും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നില്ല. അപ്പൊ അതെന്താണ് അത് കൊണ്ടുവരാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ദിരാഗാന്ധിയുടെ എതിർപക്ഷത്ത് നിന്നിരുന്നവർ അന്ന് തികഞ്ഞ ജനാധിപത്യ വിശ്വാസികളായിരുന്നു. അവരൊരു പ്രതികാര മനോഭാവത്തോടുകൂടി ഇന്ദിരാഗാന്ധിയെ സമീപിച്ചില്ല. തങ്ങളോട് ചെയ്ത അതേ പ്രതികാരം അതേ രീതിയിൽ ഇന്ദിരാഗാന്ധിയോട് പ്രതികരിക്കണം എന്നവരൊരിക്കലും ചെയ്തില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ജനതാ പാർട്ടി ഗവൺമെന്റ് 3 വർഷത്തിനുള്ളിൽ പരസ്പരം ഉള്ള കലഹങ്ങൾ മൂലം തല്ലിപ്പിരിഞ്ഞുപോയി. അങ്ങനെ സംഭവിച്ചപ്പോൾ 80 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു. അടുത്ത ഒരു 9 കൊല്ലത്തോളം ഇന്ദിരാഗാന്ധിയും അവരുടെ മകൻ രാജീവ് ഗാന്ധിയും ഭരിച്ചു. 77 തൊട്ട് 89 വരെ ആകുമ്പോഴത്തേക്ക് ഒരു 12 വർഷം, ഏകദേശം ഒരു തലമുറയുടെ പകുതി സമയത്തോളം, 20 വർഷമാണ് ഒരു തലമുറ എന്ന് ഏകദേശം പറയുന്നത്, പകുതി സമയത്തോളം കടന്നു പോയതുകൊണ്ട് അതിനുശേഷം വന്ന സംഭവങ്ങൾ കാരണം മൂടപ്പെട്ടു പോയി. ഇന്നിപ്പോ 51 വർഷം തികയുന്നു. ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ല. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി, ഒരു സേഫ്റ്റി വാൽവ് പോലെ 44ാം ഭരണഘടനാ ഭേദഗതി വഴി പിന്നീട് വന്ന മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് ചെയ്തു. അതുകൊണ്ട് ഒരു ഗവൺമെന്റിനും ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഇനി നടത്താൻ പറ്റില്ല. അതെ, അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ദിരാഗാന്ധി ചെയ്ത് കൂട്ടിയിട്ടുള്ള ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അതിനൊന്നും എതിരെ കേസ് എടുത്തിട്ടില്ല, ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല, നിയമപരമായിട്ട് ജയിലിൽ അടച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശരിക്കും പിന്നീട് വന്ന ജനതാ പാർട്ടി, മൊറാർജി ദേശായിയുടെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ വന്നിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴുള്ള പാർട്ടി ശരിക്കും ഒരു ഗാന്ധിയൻ തത്വം ഉപയോഗിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി പോട്ടെ സാരമില്ല, ഗാന്ധിജിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു, ഇന്ദിരാ പ്രിയദർശിനി ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അവരെ അങ്ങനെ ഉപദ്രവിക്കേണ്ട എന്നുള്ള ഒരു മനോഭാവം സ്വീകരിച്ചത് കൊണ്ടും ആയിരിക്കാം അത് വിസ്മരിക്കപ്പെട്ടത്. ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ജനാധിപത്യത്തിന് ഉണ്ടാക്കി, ഇത്രയധികം ധ്വംസനം ആ സമയത്ത് നടന്നു എന്നുള്ള ഒരു കാര്യത്തിൽ. അപ്പൊ അത് വളരെ അതിശയകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോ നമ്മുടെ നരേന്ദ്രമോദിജി അത് NCERTയുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ, 9ാം ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ഈ ഒരു ദിവസത്തെ ജനാധിപത്യ ധ്വംസന ദിനമായിട്ട് ആചരിക്കാൻ ഒരു ആഹ്വാനം നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് വളരെ നല്ല കാര്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഭാവി തലമുറയെങ്കിലും ഈ എമർജൻസിയെ കുറിച്ച് പഠിച്ച്
അതിനെക്കുറിച്ച് വിവരം നേടി ഒരിക്കലും ഈ ഭാവിയിൽ നമ്മുടെ ജനാധിപത്യമോ പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുമെന്നും പ്രത്യാശിക്കാം അല്ലെ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടി പറഞ്ഞോട്ടെ. ഇന്ദിരാഗാന്ധിക്കെതിരെ കേസൊന്നും എടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. എമർജൻസി കാലത്ത് നടന്ന അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ജനതാ ഗവൺമെന്റ് ഒരു കമ്മീഷൻ നിയമിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന JC ഷാ ചെയർമാനായിട്ടുള്ള ഷാ കമ്മീഷൻ നിരീക്ഷണങ്ങൾ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷന്റെ സമയം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അത് നടക്കുമ്പോഴത്തേക്ക് അതിന്റെ റിപ്പോർട്ട് കൊടുത്ത് അതിൽ നടപടി എടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോവുകയും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചു വരികയും ചെയ്തു 1980. ഒന്ന്. രണ്ടാമത്, ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു കേസിൽ ഒരു നടപടി ഉണ്ടാവുകയും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയും ചെയ്തു ജനതാ ഗവൺമെന്റിന്റെ ഭരണകാലത്ത്. പക്ഷേ 3-ാം ദിവസം കോടതി അവർക്ക് ജാമ്യം അനുവദിച്ച് വെളിയിൽ വിട്ടു. ഇതേ കോടതിയാണ് ഇന്ദിരാഗാന്ധി നടത്തിയ ഇതിനെതിരെ ഒരു ചോദ്യവും ചെയ്യാതിരുന്നത്. അപ്പൊ തികഞ്ഞും ജനാധിപത്യപരമായിട്ട് നടന്ന ഗവൺമെന്റ് ആയിരുന്നു അതെന്നുള്ളതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് 3-ാം ദിവസം കോടതി ജാമ്യം കൊടുത്ത് വിട്ടപ്പോൾ ഗവൺമെന്റ് അവരെ തുറന്നു വിട്ടു. അവർക്കെതിരെ വേറെ ഒരു കരിനിയമവും ഉപയോഗിച്ചില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. മൊറാർജി ദേശായിയുടെ ഗവൺമെന്റും അന്നത്തെ പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും തികഞ്ഞ ജനാധിപത്യ വിശ്വാസികളായിരുന്നു. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നു പോകാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ ഇന്ന് ജനങ്ങൾ മറന്നു പോകാൻ ഇടയായി. ഇന്നത്തെ തലമുറ അതിനെക്കുറിച്ച് ഓർക്കാത്തതിനും കാരണം ഈ ഒരു ജനാധിപത്യപരമായ സമീപനമായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സസ്നേഹം, ശ്രീലേഖ. സസ്നേഹം, സേതുനാഥ്.